ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ മോർണിംഗ് അഫർമേഷൻ ആണ് കേട്ടോ. നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ രാവിലത്തെ ഒരു 15 മിനിറ്റ് എണീറ്റ പാടുള്ള ഒരു 15 മിനിറ്റ് നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ച് സംഭവങ്ങൾ എഴുതി വെക്കാൻ പോവാണ്. അങ്ങനെ വലിയ ഹിമാലയൻ ടാസ്ക് ഒന്നല്ല കേട്ടോ. കുറച്ചൊരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാം. ഇത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നമുക്കൊരു റിസൾട്ട് ഉണ്ടായത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഒരുപാട് കാലങ്ങളായി ഇതൊക്കെ എഴുതാൻ തുടങ്ങിയിട്ട്, പക്ഷെ റിസൾട്ടൊക്കെ ഇങ്ങനെ കുറച്ചായിട്ടേ ഉള്ളൂ ഒന്ന് വരാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. ഞാൻ അപ്ലൈ ചെയ്യാത്തൊരു കാര്യം വന്നിരുന്നു, എന്തിനാ ഞാൻ പറഞ്ഞിട്ട് അത് എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇത്രയും കാലമായത്. അപ്പം ഞാൻ മോർണിംഗ് അഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് നേരത്തെ എണീക്കുന്നൊന്നും പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് പറയുന്നില്ല. കാരണം ഞാനും അങ്ങനെ വലിയ നേരത്തെ ഒന്നും എണീക്കാറില്ല. കാരണം കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ രാത്രിയാവും. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴൊക്കെ കുറച്ച് നേരം വൈകും. പക്ഷെ വിചാരിച്ചാൽ നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റൂട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഈ മോർണിംഗിൻ്റെ ഒക്കെ വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇടാം. അതിപ്പോൾ അഫർമേഷൻ മാത്രം ഞാൻ പറയാം. നിങ്ങൾ എപ്പോഴാണോ എണീക്കുന്നത്, ചിലപ്പോൾ 6 മണിക്ക് ആയിരിക്കാം, 6:30 ആയിരിക്കാം, എപ്പോഴാണോ എണീക്കുന്നത്, അപ്പോൾ അത് എണീറ്റ പാടെ നിങ്ങളെ ഫ്രഷായി വന്നിട്ട് ആദ്യം നമ്മളൊരു 10-15 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീറ്റ് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ധ്യാനം. അത് ഫുള്ളൊന്നും ചെയ്യാനല്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ഡീപ്പ് ബ്രീത്ത് ഔട്ട് എന്ന് പറയും. അതായത് ശ്വാസം ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക, അത് കുറച്ച് സമയം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് റിലീസ് ചെയ്യുക. അതാണ് ബ്രീത്ത് ഇന്നും ഔട്ടും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. അത് നിങ്ങൾ സ്ട്രെസ്ഫുള്ളി ഒന്നും ചെയ്യണ്ട കേട്ടോ. അങ്ങനെ നിങ്ങളെ നിർബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. അത് എന്താ വെച്ചാൽ കുറച്ച് സമയം 2, 3, 4, 5 പ്രാവശ്യമായിട്ടൊന്ന് ചെയ്താൽ മതി. അത് ആദ്യം തന്നെ ഒന്നും ഇങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ബുക്ക് എടുക്കുക, പെന്നെടുക്കുക, അതിന് തന്നെ ഒരു ബുക്ക് വെക്കുക കേട്ടോ. മോർണിംഗ് അഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുക്കുക. അപ്പം ബ്രീത്തിങ് ഔട്ട് കഴിഞ്ഞിട്ട് ശ്വാസം പുറത്തേക്ക് എടുക്കുകയും ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്ത് വിടുകയും ചെയ്ത് കഴിഞ്ഞിട്ട്, അപ്പോൾ നിങ്ങൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയാം, ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് എല്ലാ പോസിറ്റീവ് തോട്ട്സ് ഒക്കെ എൻ്റെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ശ്വാസം ഞാൻ എടുക്കുമ്പോൾ എന്താണ് എൻ്റെ ശരീരത്തിലേക്ക് പോസിറ്റീവ് തോട്ട്സ് ഒക്കെ വരും. അതുപോലെ തന്നെ ശ്വാസം നിങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പോകുന്നു. അങ്ങനെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് മൈൻഡിലൊന്ന് പറഞ്ഞു നോക്കുക. പിന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ശ്വാസത്തിന് എടുക്കാനോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് ബുക്ക് എടുക്കുക. ഞാൻ എഴുതി വെക്കുന്ന 5 എണ്ണം ഞാൻ എഴുതല്, പക്ഷെ ഈ അടുത്തായിട്ട് ഞാൻ 6 എണ്ണം എഴുതാൻ തുടങ്ങി. അതിൽ തന്നെ 6ാമത്തത് ഞാനിപ്പോൾ ഫസ്റ്റാണ് എഴുതുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 6ാമത്തെ അതാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അത് ഫസ്റ്റായിട്ട് എഴുതും. അപ്പം ആ ഫസ്റ്റത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബുക്ക് എടുക്കുക, എഴുതാൻ തുടങ്ങുക. ആദ്യമായിട്ട് എഴുതിക്കോളൂ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അതായത് സെൽഫ് ലവ് ആണ് സംഭവം. എനിക്കത് തീരെ ഇല്ലാത്ത ഒരാളാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞ സംഭവം തീരെ എനിക്കില്ല. പറയാൻ കാരണം എന്താ, അത് അങ്ങനെ വരാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ അധികവും പെൺകുട്ടികളാണ് കേട്ടുള്ളത്. ആൺകുട്ടികൾ കുറവാണ്. അപ്പോൾ ഈ ആൺകുട്ടികൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഞങ്ങളെ ഫാമിലിയിൽ. അപ്പോൾ അവരിപ്പോൾ ഒരു എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. അപ്പം നമ്മളങ്ങനെ ഒരു മാറ്റി നിർത്തുന്ന പോലെ ആദ്യം എനിക്ക് ചെറുതിലേ മുതൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ചെറുതിലേ മുതലുള്ള ഒരു സംഭവം മൈൻഡിൽ. അപ്പം ഞാൻ വിചാരിച്ചു, ഇവരെന്തൊക്കെയോ വലിയ സംഭവമാണ് ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ കുറേ അവരെ താഴെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മാറ്റി നിർത്തൽ അനുഭവിച്ചപ്പോൾ എനിക്ക് വളരെ രീതിയിലുള്ള സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഒന്നാമത് തന്നെ എനിക്ക് ഇഷ്ടം അല്ല. സെൽഫ് ലവിൻ്റെ ഒക്കെ ഞാൻ വേണമെങ്കിൽ എപ്പോഴെങ്കിലും വീഡിയോ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഞാൻ എഴുതുന്നതാണ് പറയുന്നത്. എന്താ ഫസ്റ്റ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് എഴുതാം.
ഇത് രാവിലെ എണീറ്റപാട് എഴുതാനാണ് പറയുന്നത്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അത് നിങ്ങൾ ഫീൽ ചെയ്തിട്ട് എഴുതുക. പിന്നെ രണ്ടാമത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഴുതുന്നത് ഞാൻ സന്തോഷവതിയാണ്. ഞാൻ അങ്ങനെയാണ് എഴുതുന്നത്, ഞാൻ സന്തോഷവതിയാണ്. പിന്നെ മൂന്നാമത്തത് ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊക്കെ ശ്രദ്ധിക്കാണ്ടിരുന്ന സംഭവമാണ് ഹെൽത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹെൽത്ത് റെഡി അല്ലെങ്കിൽ പിന്നെ നമ്മളെ മൈൻഡിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് എഴുതുക. മൂന്നാമത്തത് അത് എഴുതാനാണ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സന്തോഷവതിയാണ്, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. പിന്നെ നാലാമത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതാണ് നാലാമത് ഞാൻ എഴുതി വെക്കുന്നത്. പിന്നെ അഞ്ചാമത് എഴുതി വെക്കുന്നത് ഞാൻ വിജയിയാണ്. ആറാമത് എഴുതി വെക്കുന്നത് ഇന്ന് എൻ്റെ ദിവസമാണ്. ഇങ്ങനെ കുറച്ച് മുന്നേ എഴുതാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എഴുതുന്നതിലും ഞാൻ കുറച്ച് അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആണ് ഞാൻ എഴുതാറുള്ളത്. അപ്പം അധികം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 ദിവസം എഴുതും, പിന്നെ എന്തൊക്കെയോ ടെൻഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തൊക്കെയോ ആക്കിയിട്ട് പിന്നെ എഴുതൂല. തിരക്ക് അത് ഇതൊക്കെ പറഞ്ഞിട്ട് രാവിലെ നേരത്തെ പോകണം, അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് ഞാൻ പിന്നെ അതവിടെ നിർത്തി. പിന്നെ വീണ്ടും തുടങ്ങണം. അങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും തുടങ്ങണം. ഒരു 21 ദിവസം നിങ്ങൾ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് എഴുതി നോക്കൂ. അപ്പോൾ ഇന്നാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ, നാളെ, ഇന്നിപ്പോൾ എന്താ മാർച്ച് 8 അല്ലേ, മാർച്ച് 9-ാം തീയതിയാണ് എഴുതുന്നതെങ്കിൽ പിന്നെ 10-ാം തീയതി, 11, അങ്ങനെ 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി നോക്കൂ കേട്ടോ. അത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊന്നും അങ്ങനെ റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മൾ മൈൻഡിലേക്ക് ഈ സംഭവങ്ങൾ വരണ്ടേ. പിന്നെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് എഴുതി വെക്കും. ഓക്കെ, അപ്പം 21 ദിവസം അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊന്നും